കുറച്ച് പേര് ഡൂഡിൽ ആർട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഡൂഡിൽ ആർട്ടാണ് ചെയ്യാൻ പോണത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഏതിൻ്റെ ഡൂഡിൽസാണ് ചെയ്യുന്നത് അതിൻ്റെ ബേസിക് ഷേപ്സ് വരച്ചെടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ ഫുഡിൻ്റെ ഡൂഡിലാണ് ചെയ്യണത്. ഞാൻ കൂടുതലും ഫുഡല്ല ഐസ്ക്രീംസിൻ്റെ ഡൂഡിലാണ് ചെയ്യണത്. അപ്പോൾ ഞാൻ കൂടുതലും ഐസ്ക്രീംസും അതുപോലെ കോഫി അതൊക്കെയാണ് വരയ്ക്കണത്. അപ്പോൾ അതിന് ചെറിയ ചെറിയ ബേസിക് ഷേപ്സ് ആയതിന് തന്നെ നമ്മൾ ഔട്ട്ലൈൻ ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ ഇനി അത് ബ്ലാക്ക് ഡൂഡിൽ പെൻ യൂസ് ചെയ്തിട്ട് നമ്മൾ ഔട്ട്ലൈൻ ചെയ്തെടുക്കാം. അപ്പോൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഷേപ്സുകളാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിൻ്റെ ഡൂഡിൽസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഫുഡിൻ്റെ അല്ലെങ്കിൽ വേറെ ഇഷ്ടപ്പെട്ട ഏതാണെന്ന് വെച്ചാൽ ചിലർ കാർട്ടൂൺസിൻ്റെ ഡൂഡിൽസ് ചെയ്യും. അങ്ങനെ ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ചെയ്യാം. നമ്മൾ ഇങ്ങനെ അല്ലാതെ ഇതുപോലെ ഔട്ട്ലൈൻ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളുടെ ഡൂഡിൽ പെന്നില്ലെങ്കിലും കുഴപ്പമില്ല, ബ്ലാക്ക് സ്കെച്ചോ അല്ലെങ്കിൽ ബ്ലാക്ക് പെന്നും ഉണ്ടെങ്കിൽ അത് വെച്ച് ഡൂഡിൽ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിങ്ങനെ സ്ട്രെസ്ഡൊക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ സ്ട്രെസ്സൊക്കെ റിലീസ് ചെയ്യാൻ ഡൂഡിൽ ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് മൈൻഡ് ഒന്ന് ഫ്രഷ് ആയി കിട്ടും. അതുപോലെ നല്ല രസമാണ്. നമ്മൾ വരച്ച് കഴിഞ്ഞ് വരുമ്പോൾ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ടാവും. എനിക്ക് പേഴ്സണലി ഡൂഡിൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഒരുപാട് കംഫർട്ടബിൾ ആവും നമ്മളിത് വരച്ച് കഴിയുമ്പോൾ. നമുക്ക് മൈൻഡ് തന്നെ ഇത് ഫ്രഷ് ആയ പോലെ തോന്നും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പോലെ ഡൂഡിൽസൊക്കെ ചെയ്യാം. പിന്നെ നെക്സ്റ്റ് നമുക്ക് അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് കൊടുത്തെടുക്കാം. അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ കുറച്ച് ഡോട്ട്സുകളൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ അതുപോലെ അതിൻ്റെ കണ്ണും പിന്നെ വായൊക്കെ വരച്ചെടുക്കാം. ഇതുപോലെ ചെറിയ ചെറിയ ഡീറ്റെയിൽസ് കൊടുക്കുക. ശരിക്കും ഡീറ്റെയിൽസ് കൊടുക്കുന്നതാണ് ഇതിൽ ഏറ്റവും നല്ല രസമായിട്ടുള്ള കാര്യം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ചെറിയ ചെറിയ ഡീറ്റെയിൽസ് കൊടുക്കാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇങ്ങനെ ഡീറ്റെയിൽസ് ഒരുപാട് കൊടുക്കുക. ഡീറ്റെയിൽസ് കൊടുക്കുന്തോറും നല്ല ഭംഗിയായിട്ട് വരും പിക്ക്. പിന്നെ നിങ്ങൾക്ക് മാർക്കേഴ്സ് യൂസ് ചെയ്യണമെങ്കിൽ മാർക്കേഴ്സ് യൂസ് ചെയ്യാം കേട്ടോ, അതിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ സാധാരണ പെന്നാണ് സ്കെച്ചായാലും കുഴപ്പമില്ല. അപ്പോൾ ഇതുപോലത്തെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ആരൊക്കെയാണ് ഐസ്ക്രീം ലവേഴ്സ്? എനിക്ക് ഐസ്ക്രീം ഞാൻ ഡൂഡിൽ ചെയ്യാനായിട്ട് മെയിനായിട്ട് കാരണം എനിക്ക് ഞാൻ ഒരു ഐസ്ക്രീം ലവറാണ്. അപ്പോൾ നിങ്ങളിൽ ആരൊക്കെയാണ് ഐസ്ക്രീം ലവേഴ്സ് എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ഏതാണ് ഡൂഡിൽ ചെയ്യാൻ ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ അത് ഡൂഡിൽ ചെയ്തോട്ടെ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഐസ്ക്രീമാണ്. അതുകൊണ്ടാണ് ഞാൻ ഐസ്ക്രീമിൻ്റെ ഡൂഡിൽ ചെയ്തത്. നമ്മൾ ഓൾമോസ്റ്റ് ഡീറ്റെയിൽസൊക്കെ ചെയ്ത് കഴിയാറായി. ഇതൊരു ക്യൂട്ടായിട്ടുള്ളൊരു ഐസ്ക്രീം, കുറേ ക്യൂട്ടായിട്ടുള്ള ഐസ്ക്രീം നമ്മൾ വരച്ചു. ഇപ്പോൾ നമ്മൾ കുറേ ലെയേഴ്സൊക്കെ ഉള്ളൊരു ഐസ്ക്രീമാണത്. പിന്നെ ഇത് ഡോനട്ടാണ്. ഡോനട്ട് നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഇതൊരു സ്പെഷ്യലായിട്ടുള്ള ഇങ്ങനെ ചോക്ലേറ്റ് ഇങ്ങനെ ഒഴുക്കി വരുന്ന ഐസ്ക്രീം. അത് നമ്മൾ ഡീറ്റെയിൽ ചെയ്ത് കണ്ണും മൂക്കൊക്കെ വരച്ച് ഇത് എടുത്തു. പിന്നെ ഇതൊരു കോഫിയാണ്, അതിൻ്റെ കണ്ണും മൂക്കും വരച്ചു. ഇനി ലാസ്റ്റായിട്ട് ഇതിൻ്റെ കൂടി കണ്ണുമുക്ക് വരയ്ക്കാം. അപ്പോൾ നമ്മുടെ പിക്ക് ഓൾമോസ്റ്റ് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡൂഡിൽസൊക്കെ ചെയ്ത് അല്ലെങ്കിൽ ഇത് തന്നെ റീക്രിയേറ്റ് ചെയ്യണമെങ്കിൽ റീക്രിയേറ്റ് ചെയ്യാം. ഞാൻ പിക്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ റീക്രിയേറ്റ് ചെയ്ത പിക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ടാഗ് ചെയ്തിടാം. അതുപോലെ എനിക്ക് ഇൻസ്റ്റയിൽ അയച്ചു തരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ ഇന്നലത്തെ ലൈവിൽ കയറിയവർക്ക് ഒരുപാട് താങ്ക്സ്. ഞാൻ ഇത്ര സപ്പോർട്ടൊക്കെ കിട്ടുന്നത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാനും പിന്നെ വേറെ 2-3 പേരൊക്കെ ഉണ്ടാകുന്ന പക്ഷേ നിങ്ങൾ കുറേ പേരൊക്കെ ലൈവിൽ കയറി. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഇനിയും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.